ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയിച്ച് എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം താഴ്മെത്തുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് സൺഡേയിലാണെങ്കിൽ ഇവിടെ നല്ല ജോലിയായിരുന്നു. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പിന്നെ പറയാൻ കാരണം നമ്മൾ ഈ ടൈലിട്ടിട്ടൊരു 3 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്കിനും ഓരോ പ്രശ്നങ്ങളായി. ഇന്ന് അതിൻ്റെ പണിയൊക്കെയായിരുന്നു. മൊത്തം ഇവിടെ അടുക്കളയിലെ സാധനങ്ങളെല്ലാം കൊണ്ട് ഇവിടെ വെച്ചേക്കുന്നു. ആകെ ഇപ്പം അങ്ങോട്ട് അവർ പോയതേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഇതിലൊക്കെ ആയിരുന്നു. അപ്പോൾ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ഉണ്ട്. അതായത് ഈസ്റ്റോ സോഡയോ കപ്പി കാച്ചുവോ ഒന്നും ചെയ്യാത്ത ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി തീർച്ചയായും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കാരണം ചിലർക്കൊക്കെ ഈസ്റ്റ് അലർജി ആയിട്ട്, മീൻസ് അലർജി അല്ല, ഈ ഗ്യാസ് പ്രോബ്ലം, വയറിന് പ്രോബ്ലം ഒക്കെ വരും, സോഡാപ്പൊടി അതുപോലെ. അപ്പോൾ ഇത് ഈസ്റ്റ് ഒന്നും വേണ്ട, എന്നാലും നല്ല സോഫ്റ്റായ ഒരു പാലപ്പമാണ്. അതിൻ്റെ കൂടെ ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ. അതുപോലെ ഞാൻ ഈ റെസിപ്പികൾ സെപ്പറേറ്റ് ഇടുന്നത് കൂടുതൽ ഞാനത് സൺഡേ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ എന്നോട് ചില കുട്ടികളിങ്ങനെ, എല്ലാ കുക്കിങ് അറിയാവുന്നവരല്ല, ചില കുട്ടികൾ പറയും ചേച്ചിയുടെ റെസിപ്പികൾ ഇങ്ങനെയുള്ളത് സെപ്പറേറ്റ് ഒന്ന് ഇടണേന്ന്. കാരണം അവർ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്ന ഉടനെ അവർക്ക് വ്ളോഗിൽ നിന്ന് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഇടുന്നുണ്ടെങ്കിൽ അവർക്ക് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ബർഗറും ബ്രെഡിൻ്റെ റെസിപ്പി ഇട്ടില്ലേ. അപ്പോൾ എന്നോട് ചോദിക്കുകയും ചെയ്ത് ഇത് നേരത്തെ ഇട്ടതല്ലേ എന്ന്. അത് നേരത്തെ ഇട്ടതാ. ഞാൻ അതിൽ നിന്ന് സെപ്പറേറ്റ് എടുത്തിട്ട് അങ്ങനെയുള്ള റെസിപ്പികൾ വീഡിയോ ഞാൻ സൺഡേയോ അല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ 10 മണിക്കോ അങ്ങനെയുള്ള സമയത്താണ് ഇടുന്നത് കേട്ടോ. വ്ളോഗിൽ നിന്നെടുത്ത് ഇതിൽ ഉണ്ടാക്കിയിടുക ഞാൻ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. രാവിലെ മാവൊക്കെ നാണ്ടേ നമ്മൾ ആ ഈസ്റ്റ് ഇടുമ്പോൾ ഒത്തിരി പതഞ്ഞ് വന്നതുപോലില്ല. എന്നാലും നിങ്ങൾക്ക് ഇളക്കുമ്പം കാണാമല്ലേ, നന്നായിട്ട് ആവശ്യത്തിനൊക്കെ പുളിച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് കലക്കി വെച്ച് അതിലേക്ക് ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. ആ മിക്സിയുടെ ജാറ് കഴിയുള്ള ബാക്കിയുള്ള മാവും അതിൻ്റെ അകത്ത് ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് ഇതൊന്ന് കലക്കി അങ്ങോട്ട് മാറ്റി വെക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിനുള്ള കറി തയ്യാറാക്കാം. എന്നിട്ട് ഞാൻ ചായയൊക്കെ ഒരടപ്പത്ത് ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ പിള്ളേർക്ക് കുടിക്കാനും ഞാനെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചീനച്ചട്ടി വെച്ച് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പാലപ്പത്തിൻ്റെ കുറേ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട്. ഈസ്റ്റ് ചേർത്ത്, കപ്പി കാച്ചി, അങ്ങനെ പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നല്ലതായിരുന്നു. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മൾ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ, ഈസ്റ്റോ ഒന്നും ചേർക്കാതെ ഉള്ള പാലപ്പം ഉണ്ടാക്കുന്നത് വളരെ നല്ല സോഫ്റ്റും, കാരണം നമുക്കൊന്നും വയറിന് ഒരു കുഴപ്പമൊന്നും വരത്തില്ലല്ലേ. അപ്പം ഞാനിപ്പം കറിക്ക് വേണ്ടി ഒരു ഉരുളൻകിഴങ്ങും സവാളയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഇച്ചിരി ഉപ്പിട്ടിട്ടതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാനൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരിത്തിരി ആ കഷ്ണങ്ങളിൽ ഇത്തിരി മഞ്ഞ കളറ് കിട്ടാനായിട്ട്. വെളുത്ത കറിയല്ല, ഒരു സ്വല്പം മഞ്ഞക്കറി ആയിരിക്കാനായിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അടച്ചു കൊടുത്തിട്ട് ഞാൻ തീയൊന്ന് ഇത്തിരി കുറച്ച് വെച്ചിട്ടുണ്ട്. ആ ആവിയിൽ കിടന്ന് അതിൻ്റെ അകത്ത് ഉരുളൻകിഴങ്ങിലൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി അത് നന്നായി വഴന്ന് വരും. അപ്പോൾ ഇതിലെല്ലാം ഒന്ന് നന്നായി വഴന്ന് വന്നു. പക്ഷേ ഞാനിതിൽ പൊടി ഇട്ടത് കാണിക്കാൻ വിട്ടുപോയി. ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇച്ചിരി ഗരം മസാലയുമേ ചേർത്തിട്ടുള്ളൂ. മുളക് പൊടി ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു അരമുറി തേങ്ങയും അതിൽ 2 ഏലക്കയും ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ അരച്ചതുകൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിപ്പം കറിയിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറിയിലല്ല, നമ്മുടെ ഉരുളൻകിഴങ്ങിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ അപ്പമൊക്കെ കഴിക്കാൻ ഇവിടെ ഇവർക്ക് ഇച്ചിരി ചാറ് വേണം. അപ്പം ഞാനൊരു ഇച്ചിരി ഒന്ന് ലൂസാക്കുന്നുണ്ട്. അല്ലാതെ ലൂസാക്കാതെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചൊക്കെ വെള്ളത്തിൻ്റെ അളവിൽ കൂട്ടുവോ കുറയ്ക്കുവോ എങ്ങനെയാണെന്നുള്ളത് ചെയ്യാമേ. അപ്പം ഞാൻ ഉപ്പൊന്ന് നോക്കിയോണ്ടേ, ഉപ്പ് നമ്മൾ അത് വഴട്ടാൻ നേരം ഇട്ട ഉപ്പല്ല ഉള്ളൂ, ഒരു ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി. ഞാൻ അതിലേക്ക് മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
കുറച്ചുകൂടെ തണുക്കുമ്പം കുറച്ചുകൂടി ഇതൊന്ന് കുറുകിക്കോളും. അപ്പം ഞാൻ എങ്ങനെ അരി അരയ്ക്കാൻ എടുത്ത അളവുകൾ എങ്ങനെയാണെന്നുള്ളതൊന്ന് പറയാമേ. ഞാനിവിടെ 2 കപ്പ് പച്ചരി ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം ഇപ്പം കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചോറ്, ഞാൻ വെള്ളച്ചോറാണ് ചേർത്തത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിന് വേണ്ടി തേങ്ങ പൊട്ടിച്ചപ്പം അതിൻ്റെ അകത്ത് വെള്ളം എടുത്ത് വെച്ചായിരുന്നു. ആ വെള്ളമാണ് ഞാനിപ്പോൾ എടുത്ത് അരയ്ക്കുന്നത്. പിന്നെ അരയ്ക്കാൻ നേരം നമുക്ക് വീണ്ടും സാദാ വെള്ളം ഒഴിച്ച് അരയ്ക്കാം. അപ്പം ഞാൻ കുറച്ച് മാവ് ഇതിൽ വെച്ചിട്ട്, കാരണം ഈ തേങ്ങ ഇച്ചിരി ക്വാണ്ടിറ്റി കുറവായിട്ട് ഈ ജാറിൽ തോന്നിയതുകൊണ്ട് കുറച്ച് ഞാൻ മാവ് ആ പാത്രത്തിൽ ഒഴിച്ചിട്ട് ബാക്കി കുറച്ച് ഇതിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് അമക്കി കൊള്ളിച്ച് നല്ല 1 കപ്പ് തേങ്ങ, എന്നിട്ട് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഈ സ്പൂണിനായതുകൊണ്ട് 2, അല്ല നമ്മുടെ ഈ മെഷറിങ് ടേബിൾ സ്പൂൺ ഉണ്ടല്ലേ, അത് ഇതിനേക്കായി കുറച്ചുകൂടെ ക്വാണ്ടിറ്റി അതിൽ കൊള്ളും. അതാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എങ്ങാനും വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അപ്പം ഞാൻ ഈ 2 ടേബിൾ സ്പൂൺ, നമ്മുടെ ഈ സാധാ സ്പൂണിന് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ഇതൊന്ന് അരച്ചെടുക്കാം. അതുപോലെ തേങ്ങയുടെ അളവ് ഒട്ടും കുറയരുതേ. ഞാൻ തേങ്ങ കഴത്തിയിട്ടാണ് എടുത്ത് അരച്ചത്. അപ്പം നമ്മളിങ്ങനെ തേങ്ങ തിരുമതി ഇങ്ങനെ പൊക്കി ഇങ്ങനെ വെച്ച് 1 കപ്പായിട്ട് എടുക്കല്. ആ തേങ്ങ ആ കപ്പിൻ്റെ അകത്ത് വെച്ചിട്ട് ഏത് കപ്പിലാണോ അരി എടുക്കുന്നത് അതേ കപ്പിൻ്റെ അകത്ത് 1 കപ്പ്, എന്നിട്ട് അത് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യണേ. അങ്ങനെ അമക്കി കൊള്ളിച്ച് എടുത്തിട്ട് വേണം തേങ്ങ ഇതിൽ യൂസ് ചെയ്യാൻ. തേങ്ങയുടെ അളവ് കുറയരുതെന്ന് ഞാൻ പറയാൻ കാര്യം, നമ്മൾ ഈസ്റ്റൊന്നും ഇത് ചേർക്കുന്നില്ലല്ലേ. അപ്പോൾ ഈ തേങ്ങയുടെയൊക്കെ ആ ഒരു ഇതിൽ വേണം ഇത് നന്നായി പുളിച്ച് വരാനും ഒരു ടേസ്റ്റ് കിട്ടാനും. അപ്പോൾ എന്നിട്ടിത് ഞാനൊരു വിസ്കും കൊണ്ടായത് നന്നായി ഒരു 5 മിനിറ്റിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കൈ കൊണ്ടാണെങ്കിൽ കുറേയും കൂടെ നല്ലതാണ്. ഞാനിപ്പോൾ നിങ്ങളെ വീഡിയോയിൽ കാണിക്കേണ്ടിയിട്ട് ഇങ്ങനെ ചിലർക്ക് കൈ കൊണ്ട് ഇട്ട് ഇളക്കുന്നുണ്ടെങ്കിൽ ചിലർക്ക് നെഗറ്റീവായിട്ട് തോന്നുമല്ലേ. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട്, ഏറ്റവും നല്ലത് കൈ കൊണ്ട് ഇളക്കി അത് നന്നായി ഒരു 5 മിനിറ്റ് കൈ കൊണ്ട് ഇളക്കി ഇങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്ക് രാവിലെ അപ്പം ചുട്ടെടുക്കാം. പാലപ്പച്ചട്ടി വെച്ചിട്ട് അതൊന്ന് ചൂടായണേ. തീ കുറച്ചതിന് ശേഷം ഞാനിതൊന്ന് ഒഴിച്ചു കൊടുത്തേ. എന്നിട്ടിങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ചട്ടിയിൽ നല്ല ചൂട് കൊണ്ട് മാവ് ചട്ടിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടും. അപ്പോൾ അതുകൊണ്ട് തീ കുറച്ചിട്ട് വേണം ഒന്ന് നമ്മൾ ഒഴിച്ചിട്ടതൊന്ന് ചുറ്റിച്ചെടുക്കാൻ. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് ഇങ്ങനെ കുബളകൾ വരുന്നുടനെ അത് അടച്ചു കൊടുക്കണേ. നല്ല സോഫ്റ്റ് പാലപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല അത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലേ, സ്പാച്ചിലയും കൊണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സൈഡ് മുരിഞ്ഞ് കിട്ടേണ്ടവർക്കാണെങ്കിൽ അതുപോലെ ചെയ്യാം. അല്ലാതെ സൈഡ് മുരിയാതെ ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇരിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പം ഇങ്ങനെ ഓരോന്നുണ്ടാക്കിയിട്ട് ഞാൻ 2 പാലപ്പച്ചട്ടി എടുത്ത് പെട്ടെന്ന് പാലപ്പമാകുമ്പോൾ നമുക്ക് ഇത്തിരി സമയം എടുക്കുമല്ലേ. അതുകൊണ്ട് ഞാൻ മറ്റേ അടുപ്പിൽ മറ്റേതോടെ വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ച് അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നുണ്ടെ പൂൾമോൻ ഇങ്ങനെ അടുക്കളയിലോട്ട് വന്നു. അപ്പോൾ അവൻ ആദ്യമേ പറഞ്ഞ എന്നോട്, മമ്മി ഞാനൊന്ന് ഉണ്ടാക്കട്ടെ, പാലപ്പം ഉണ്ടാക്കാൻ ഈസി ആണല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ഈസി അല്ല മോനെ, ഇങ്ങനെ കറക്കുന്ന വഴിക്കൊക്കെ അത് ശരിക്ക് കറക്കിയില്ലെങ്കിൽ ശരിയാവത്തില്ല, വേണേ നിൻ്റെ കയ്യിൽ നിന്ന് തറയിൽ പോകുന്നു. അപ്പോൾ അവൻ പറഞ്ഞില്ല മമ്മി ഇങ്ങോട്ട് താ മമ്മി. അപ്പം ഞാൻ മനസ്സിലോർത്ത് ഒന്ന് തന്നെ എന്തെങ്കിലും എപ്പോഴേലും ചെയ്യണമെങ്കിൽ ഇതൊന്ന് പഠിച്ചിരിക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞ് എന്നാൽ തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിച്ചൊക്കെ കൊടുത്ത് ഒന്ന് ചുറ്റിക്കാൻ പറഞ്ഞു. അത്ര ശരിയായില്ല, എന്നാലും അവൻ്റെ ആഗ്രഹം ഇല്ലയോ എന്നും പറഞ്ഞ് ഞാനൊന്ന് കൊടുക്കുന്നുണ്ട്. ബസ് അങ്ങനെ ഞാനെല്ലാം ഇങ്ങനെ കുറച്ചപ്പം ചുട്ടെടുത്തു. ഇനിയും ഉണ്ടാക്കണം. അപ്പോൾ ചൂടോടെ ഡാഡിക്കും കൊടുക്കട്ടെ. അത് കഴിഞ്ഞ് ഇവിടെ ഓരോരുത്തർ എണീറ്റ് വരുന്നതിൽ പോളും റീച്ചാനൊക്കെ എണീറ്റ് പ്രൈസ് ഇത് കണ്ടോണ്ടേ ആദ്യം പറഞ്ഞു വേണ്ടാന്ന്. എന്താ പിള്ളേരാന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയാം, എടാ മുട്ടയുണ്ടടാ,
പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞ് പോകാറായണേ കൊടുത്തുടനെ കഴിച്ചു. പക്ഷേ എനിക്ക് നമ്മുടെ ഈ വട്ടയപ്പം ഉണ്ടല്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഡാഡിയും കഴിക്കും. ബാക്കി ഇവിടെ ആർക്കും അത്ര അങ്ങോട്ട് താല്പര്യമില്ല. എന്നാൽ ഇതേ സെയിം മാവാന്നേ, അതിന് കുറച്ചുകൂടെ മധുരമൊക്കെ ഉണ്ടെന്നല്ല ഉള്ളു. ഇച്ചിരി ഏലക്കയൊക്കെ ഇടും, അതേ ഉള്ളു. പക്ഷേ ഈ പിള്ളേർക്ക് അത് ഇഷ്ടമല്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പക്ഷേ എന്നാൽ നേരെ തിരിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റേച്ചാനും പ്രൈസിനും വേണമെങ്കിൽ ഒരു അരമുറി ഒരു പീസ് കഴിക്കും, അതേ ഉള്ളു. അപ്പം ഞാനും പിന്നെ കഴിക്കാനായിട്ട് എടുത്തു. അപ്പോൾ ഈസ്റ്റും സോഡയൊക്കെ കഴിച്ച വയറിന് എരിച്ചിൽ, ഗ്യാസ് ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഉള്ളവർ ഇത് തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കാം. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഒരു ഫ്ലോപ്പും ആവത്തില്ല. ഇന്നങ്ങനെ കറികളൊന്നും അങ്ങനെ അധികമായിട്ട് വെക്കണ്ട. ഒരു തോരൻ വെക്കുന്നുണ്ട്, ചെറുപയർ തോരൻ. അതിനായിട്ട് ചെറുപയർ ഞാനൊന്ന് പിന്നെ എൻ്റെ ജോലികൾ കുറച്ചൊക്കെ ചെയ്യുന്നിടം വരെ ഞാൻ അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂറൊന്ന് വെള്ളത്തിലിട്ട് കുതിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തുണിയൊക്കെ കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ കഴുകുന്ന നേരത്തും കൊണ്ട് ആ സമയം വരെ ഞാൻ ആ പയറൊന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടേ. അന്നേരം ഉച്ചയ്ക്ക് ചപ്പാത്തിക്ക് ഈ കറി ഉണ്ടായിരുന്നു. മുട്ടയില്ലെന്നേ ഉള്ളായിരുന്നു. കിഴങ്ങും അതുമൊക്കെ കറി ഉണ്ടായിരുന്നു. അപ്പം ചോറിന് ഞാൻ പറഞ്ഞില്ലേ പയർ തോരനൂടെ വെച്ചാൽ മതിയെന്ന്. അപ്പം എൻ്റെ അടുത്ത് ഒരു പുതിയതായിട്ട് തന്നെ ഒരു പുതിയ സബ്സ്ക്രൈബർ മോള അപ്പത്തിൻ്റെ റെസിപ്പി ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ ഇനി കുറച്ച് ദിവസം ഈ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ഒന്ന് ഇടും. അപ്പം നിങ്ങൾ ചിന്തിക്കും, അയ്യോ ഇത് ഈ വീഡിയോ ഇട്ടേ അല്ലേന്ന്. ഞാൻ പറഞ്ഞില്ലേ റെസിപ്പി ഇങ്ങനെ സെപ്പറേറ്റ് ഇടണേന്ന് പറഞ്ഞവർക്ക് വേണ്ടിയാ. ചിലർക്ക് ഞാൻ ഈ പറഞ്ഞ റീസൺ അതാ പറഞ്ഞത്, അവർക്ക് വേണ്ടി ഞാനൊന്ന് സെപ്പറേറ്റ് ഇടും കേട്ടോ. അപ്പം പയറൊക്കെ ഞാൻ അത്രയും നേരം പാത്രങ്ങളൊക്കെ കഴുകുന്ന നേരം വെള്ളത്തിൽ കിടന്നു. അതിനി ഒന്ന് കഴുകിയൊന്ന് ഒരു വിസിലടിച്ചെടുക്കട്ടെ. ഇപ്പം ഇല്ല, മീൻ കുറേ നാൾ കഴിക്കാതിരിക്കുന്നതുകൊണ്ട് ഇപ്പം മീൻ്റെ ഒരു തലയെങ്കിലും കിട്ടിയാൽ മതിയെന്ന് ചിന്തിക്കും. കാരണം അതേപോലെ ഇല്ല, നമുക്ക് ഉള്ള സമയത്ത് തലയൊക്കെ വെട്ടിയെടുത്താൽ കളയും, വേണ്ട എന്നും പറഞ്ഞു. ഇങ്ങനെയുള്ള സമയത്താണ് മനസ്സിലാവുന്നത് അതിൻ്റെ വില. പിന്നെ അടുത്ത ജോലി എന്നത്തെ പോലെ നമ്മുടെ തുണികൾ വിരിച്ചിടണം. റേച്ചാൻ അവിടെ നിന്ന് ഷേവിങ് ചെയ്യുക. പോൾമോൻ പ്രൈസമ്മോൻ്റെ അബാക്കസിൻ്റെ കാര്യം പറയുക. അവൻ അബാക്കസിൻ്റെ ഹോംവർക്ക് ചെയ്യുന്നതും അബാക്കസിൻ്റെ അതുണ്ടെങ്കിൽ അവൻ അത് ചെയ്തില്ല. അവനിങ്ങനെ വിരളയിൽ ഇങ്ങനെ എഡിയിരിക്കും. അതാ പോൾമോൻ പറഞ്ഞത്, അവനോട് പറഞ്ഞിട്ടും അവൻ കേൾക്കത്തില്ലെന്നുള്ളത്. ഇവിടെ പയറുതോരനൊക്കെ റെഡിയായി. അതിനുശേഷം എനിക്ക് നമ്മുടെ സാധാ നാരങ്ങ, ഡേറ്റ്സ് ഒന്നും ചേർത്തല്ല, പ്ലെയിൻ ചുമന്ന നാരങ്ങ അത് ഇടണമായിരുന്നു. അപ്പം ഇതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വേണം എനിക്ക് അത് തുടങ്ങാനായിട്ട്. നാരങ്ങ അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്നയാ. പിന്നെ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയാൽ മതി. അരിഞ്ഞൊക്കെ കിട്ടി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാരങ്ങയൊക്കെ ഇടാൻ നമുക്ക് പ്രയാസമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം പൊളിച്ച് കിട്ടിയാൽ മതി. അതെല്ലാം വൈകിട്ട് ഇപ്പം നാരങ്ങ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായി വീണ്ടും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.